ഇതാണ് ആയിരിക്കുന്ന പച്ച ഉടുപ്പിട്ടിരിക്കുന്ന അതാണ് ഞങ്ങളുടെ പാറക്കുട്ടി. ഇപ്പുറത്തിരിക്കുന്ന അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന അതാണ് ഞങ്ങളുടെ ജാനിക്കുട്ടി. കണ്ടോ? ആ ജാനി ഒന്ന് പറഞ്ഞപ്പോഴത്തേക്കിനോടം തിരിഞ്ഞ കണ്ടോ? അതാണ് ഇന്നലെ മണർകാട്ടുള്ള എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഞങ്ങൾ പോയിരുന്നു, പിന്നെ ഉണ്ണികൃഷ്ണൻ്റെ വീട്ടിലെ. അപ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് തന്നതായി ചക്ക. നല്ല വരിക്കച്ചക്കയായിരുന്നു, പക്ഷെ അത് പഴിപ്പിക്കാനുള്ള പ്രായമായില്ല. അങ്ങനെ ഞങ്ങൾ വെട്ടിപ്പൊളിച്ച് ഇന്ന് വൈകിട്ടത്തെ ഞങ്ങളുടെ സുഹൃത്തുക്കളുണ്ട്, അവരെയൊക്കെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. അപ്പം കപ്പയും കപ്പപ്പുഴുക്കും ചക്കപ്പുഴുക്കും മീൻകറിയുമായി ഇന്നത്തെ വൈകിട്ടത്തെ ഞങ്ങളുടെ അത്താഴം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇതെല്ലാം പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള വീട്ടിലെ ഈ കണ്ട നമ്മുടെ പാറുവിൻ്റെ ഞാനെൻ്റെ അമ്മയും വരും, ഞങ്ങളുടെ അപ്പുറത്തെ ശ്രീജിത്തിൻ്റെ വൈഫ് വരും. അവരെല്ലാം കൂടെ വന്നാൽ എല്ലാം വെട്ടിപ്പൊളിച്ചെല്ലാം അരിഞ്ഞ് വെക്കുന്നത്. അപ്പം നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ അയൽവക്കക്കാരും നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഇങ്ങനെ കപ്പ ചക്ക ഇതെല്ലാം കൂടി ഇങ്ങനെ കൂടിയിരുന്ന് ചെയ്യുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നേ അല്ലേ? അതെ. ഇപ്പൊ ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇപ്പൊ ഇതൊരു അത്ഭുതമാണ്, ഇങ്ങനെ ഇരുന്ന് പൊളിക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതേ കണ്ടില്ലേ, ഒരാൾ കണ്ടില്ലേ മൊബൈലുമായിട്ട് നിൽക്കുന്ന കണ്ടില്ലേ? ഇപ്പോഴത്തെ ന്യൂ ജനറേഷനാ കണ്ടോ, മൊബൈലുമായിട്ട് ഇരിക്കുന്നതുണ്ടോ? അവർക്ക് അതൊക്കെ ഇതൊക്കെ പിന്നെ താണ്ട് ഇപ്പൊ രണ്ടെണ്ണത്തെ പിടിച്ചെടുത്ത് ഇപ്പൊ ഇളക്കിക്കുക, അല്ലെങ്കിൽ ഇതും ചാടി പോക്കളഞ്ഞേന്ന്. രണ്ടുപേര് വരാണ്ട് എത്തിയിട്ടില്ല ഇതുവരെ. ജാനിക്കുട്ടി കാര്യമായിട്ട് ചക്ക അടത്തുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടാവും. അല്ല പാറുപെട്ടി ഇങ്ങോട്ട് നോക്കിക്കേ. പാറുവേ ചക്ക അടത്തുന്നില്ലേ? ഇങ്ങോട്ട് നോക്കിക്കേ. ഇതിനകത്ത് നോക്കിയാ ടാറ്റ പറഞ്ഞേ. മൊബൈലിനകത്ത് മുഴുകിയിരിക്കുക. അതേ കണ്ടില്ലേ, നൂജൻ അവനെ നോക്കത്തില്ല, അവൻ ക്യാമറയെ നോക്കത്തില്ല, ഭയങ്കര കള്ളനാ. അത് പറഞ്ഞപ്പോ കണ്ടോ, നോക്കിയാണ്. നല്ല മഴക്കോളുണ്ടല്ലേ? കാറ്റുമുണ്ട്, രാവിലെ ചെറിയ ചാറ്റമഴ പെയ്തോന്ന്. അതിനിടയ്ക്ക് ഞങ്ങൾ മാങ്ങയൊക്കെ അരിഞ്ഞ് മുളക് പൊടി ഉപ്പും എല്ലാം കൂടെ ഇട്ട് കഴിക്കുകയാണ്. ചക്ക അരിയുന്നതിൻ്റെ കൂടെ അതും നടക്കത്തില്ലേ? ജോലി നടക്കണം തീറ്റ പറഞ്ഞു. ചക്ക പകുതി അരിയുന്നത് കഴിക്കുന്നു. അപ്പൊ ചക്കയുടെ കൂടെ ഞങ്ങൾ വൈകിട്ട് മീൻകറിയാ. കപ്പയും ചക്കയും മീനും എല്ലാരും കൂടെ വൈകിട്ട് കൂടുന്നുണ്ട്. ഞങ്ങള് എല്ലാവരും കൂടെ വൈകുന്നേരത്തൊന്ന് ഒത്തുകൂടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ സുഹൃത്ത് ഉണ്ണികൃഷ്ണൻ്റെ വീട്ടിൽ നിന്നൊരു ചക്ക കിട്ടി. അതൊക്കെ നിങ്ങൾ കണ്ടല്ലോ, എല്ലാം വെട്ടിപ്പറിച്ചു. എല്ലാവരും കൂടെ ചേർന്ന് വെട്ടിപ്പറിച്ചു, അതെല്ലാം വേവിച്ചു. കുറച്ച് കപ്പ പുഴുങ്ങി, പിന്നെ കുറച്ച് മീൻകറി വെച്ചു. അപ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള എൻ്റെ സുഹൃത്തുക്കളായതെല്ലാവരും, ശ്രീജിത്ത്, രാധാകൃഷ്ണന്, ജയചന്ദ്രന്. അപ്പോൾ അവരുടെ മൂന്ന് പേരുടെയും കുടുംബവും കുട്ടികളും എല്ലാവരും ഉണ്ട്. അപ്പോൾ വല്ലപ്പോഴൊക്കെയാണ് ഞങ്ങളിങ്ങനെ ഒത്തുകൂടുന്നത്. അവരുടെ വീട്ടിൽ ഇതുപോലെ ഒത്തുകൂടും, ഞങ്ങളെല്ലാവരോടും പങ്കെടുക്കും. ഇത് നമ്മുടെ രാധാകൃഷ്ണൻ്റെ വൈഫാണ് ലേഖ, പുള്ളിക്കാരി ഗവൺമെൻറ് സ്റ്റാഫാണ്. അപ്പോൾ ഞാൻ എന്തോ തമാശ പറഞ്ഞിട്ട് പുള്ളിക്കാരി അങ്ങനെ ചിരിച്ചതാണ്. അപ്പോൾ നമുക്ക് പണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ ഒത്തുകൂടൽ വേണ്ടായിരുന്നു, കാരണം അന്ന് കൂട്ടുകുടുംബം ആയതുകൊണ്ട് അവിടെ 10, 12, 8, 10 പേരൊക്കെ ഒരു വീട്ടിലുണ്ടായിരുന്നു. അന്നത്തെ കൂട്ടുകുടുംബത്തിൻ്റെ ആ ഒരു ഓർമ്മ പുതുക്കൽ കൂടിയാണ് നമ്മുടെ ഇന്നത്തെ ഒത്തുകൂടൽ. ഇപ്പോൾ ഓരോ വീട്ടിലും ഇതുപോലെ എപ്പോഴെങ്കിലുമൊക്കെ വിളിക്കും, ഞങ്ങളെല്ലാവരും കൂടെ പോവും, പങ്കെടുക്കും, സന്തോഷമായിട്ട് എല്ലാവരും വൈകിട്ട് പിരിയും. അപ്പം നമ്മുടെ ഇത് നമ്മുടെ പിന്നെ ചാനൽ കണ്ടിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുപോലെയുള്ള കൊച്ചു കൂട്ടായ്മകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇതുപോലെ വീണ്ടും വരും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.